പലപ്പോഴും പെട്ടെന്നൊരു ദുരിതം, ഒരു സങ്കടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ നേരിടാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതിൻ്റെ ഇരയാണ് ദീപക്കും ഈ നാളുകളിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഡോക്ടർ CJ റോയൊക്കെ. ഈ നഷ്ടപ്പെട്ട 2 ജീവിതങ്ങളും തകർക്കപ്പെടുന്നത് മാനഹാനിയുടെ പേരിലാണ്. തങ്ങൾ കെട്ടിപ്പൊക്കിയ തങ്ങളെക്കുറിച്ചുള്ള ഇമേജ് തകരും എന്ന് വിശ്വസിക്കുന്നിടത്താണ് അവരുടെ ജീവിതത്തെ അവർ തന്നെ തകർത്തത്. ഡോക്ടർ CJ റോയിയുടെ ജീവിതകഥ കേട്ട് നമ്മളൊക്കെ ഞെട്ടിയിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നാണ്. പക്ഷേ എവിടെയോ ഒരൊറ്റ നിമിഷം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് മുഴുവൻ ചോർന്നുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരയാഞ്ഞടിക്കുമ്പോൾ ആർക്കും തോന്നാം ജീവിതം തീർത്തേക്കാം എന്നൊക്കെ. ലോകത്തിൻ്റെ അഭിമാനമായ AR റഹ്മാൻ്റെ ഒരു ജീവിത കഥയുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ വരാം. ഇത് ലോകപ്രശസ്തനായ AR റഹ്മാൻ്റെ വാക്കുകളാണ്. ഞാൻ ചെറുപ്പത്തിൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഉറങ്ങാത്ത രാത്രികൾ, പെങ്ങളുടെ കഠിനമായ രോഗം, ജനന ദിവസത്തെ ശപിച്ചുള്ള ജീവിതം. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വന്ന് പറയുമായിരുന്നു, മോനെ, നമ്മൾ നമുക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാവുകയും ഇങ്ങനെയുള്ള തോന്നലുകൾ മാറുകയും ചെയ്യും. അന്ന് 9 വയസ്സായിരുന്നു പ്രായം. കുടുംബത്തിൽ കടുത്ത ദാരിദ്ര്യം. ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ല. പട്ടിണി മാറ്റാൻ പല പരിപാടിയും ചിന്തിച്ചു. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ച ശേഷം അമ്മ കുടുംബം പുലർത്തിയത് അച്ഛൻ്റെ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടാണ്. പലരും അത് മേടിക്കുവാൻ വന്നെങ്കിലും അത് അമ്മ വിറ്റില്ല. കാരണം അവരുടെ മകന് അത് ഭാവിയിൽ ഉപയോഗിക്കേണ്ടി വരും എന്നവർ മനസ്സിലാക്കി. എൻ്റെ അമ്മയാണ് എന്നിലെ സംഗീതം ആദ്യം കണ്ടെത്തിയത്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്നാണ് AR റഹ്മാൻ പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവൻ്റെ മുകളിൽ തീരുമാനമെടുക്കാൻ നമുക്ക് ആർക്കും അതിന് അവകാശമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ ജീവനെ നശിപ്പിക്കുന്നത് ഒന്നിനും പരിഹാരമല്ല. നമ്മളുടെ ജീവിതത്തിന് ഒരു തകർച്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയും നമുക്കുണ്ട്. നാം ജീവിക്കാൻ കാരണം കണ്ടെത്തുന്നവരാകണം. അന്ന് AR റഹ്മാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾക്ക് ആ സംഗീതം നഷ്ടമായേനെ. നാം എന്തിനൊക്കെ വേണ്ടി മനസ്സ് പിടഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം എണ്ണി എണ്ണി നമുക്ക് കാലം മറുപടി തരും. ഒരുപക്ഷെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വലിയ തകർച്ചയിലൂടെ ആയിരിക്കാം കടന്നുപോകുന്നത്. എടുത്താൽ പൊങ്ങാത്ത ഭാരവും പേറി നടക്കുന്ന വ്യക്തിയായിരിക്കാം. ജീവിതം അങ്ങ് അവസാനിപ്പിക്കട്ടെ എന്ന് ചിന്തിച്ച വ്യക്തിയായിരിക്കാം. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കാം. ബന്ധുക്കളും നാട്ടുകാരും നിങ്ങളെപ്പറ്റി അവിഖ്യാതി പറഞ്ഞ് പരത്തിയതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടേതായ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടവനായിരിക്കാം. എന്നാൽ ഇനിയും ഞാൻ പറയുന്നത് ഹൃദയത്തിൽ ഉറച്ച് സംഗ്രഹിക്കണം. നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. നിങ്ങളുടെ കഷ്ടപ്പാട് മാറുന്ന ഒരു കാലമുണ്ട്. നിന്ദിച്ചവരുടെ മുൻപിൽ നിങ്ങളും നിങ്ങളുടെ തലമുറയും ഉയരുന്നൊരു കാലമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വചനമുണ്ട്. റോമാലേഖനം 5:5. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ഒരുപക്ഷെ ബാല്യകാലത്തെ നിരാശയിൽ ജീവിതത്തെ തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ സങ്കടമൊക്കെ മാറി നാളെ ഒരു നല്ല നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുക. നമ്മൾ നമ്മളെ തന്നെ തകർത്താലും ആ പ്രശ്നം അവിടെ അവശേഷിക്കുമെന്ന് മാത്രമല്ല, അത് നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഇരട്ടി സങ്കടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ജീവിക്കാൻ നമുക്ക് പണവും ഇമേജും ഒക്കെ ആവശ്യമാണ്. നമ്മൾ ഈ പണത്തിനും ഇമേജിനുമൊക്കെ മുകളിലായിരിക്കണം. നമ്മുടെ ജീവനേക്കാൾ വലുതായി നമ്മൾ പണത്തെയും നമുക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെയും കാണരുത്. പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോവുക. നിരാശ ഒന്നിനും പരിഹാരമല്ല. മഴക്കാലം പോയി വേനൽക്കാലം വരും. മുഖത്തൂടെ ഒഴുകുന്ന കണ്ണീരൊക്കെ മാറി സന്തോഷത്തിൻ്റെ ഒരു ദിവസം വരും. ഇനി സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളും വില കൊടുക്കേണ്ട ഏക കാര്യം ലൈഫാണ്, ജീവനാണ്. നമ്മുടെ ഒരു വാക്ക് മൂലം, നമ്മുടെ ഒരു പ്രവൃത്തി മൂലം
ഈ ലോകത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ജീവന് നമുക്ക് ആ ജീവനെ വീണ്ടും പുനർസൃഷ്ടിക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്ക് മൂലം, നമ്മുടെ പ്രവൃത്തി മൂലം ജീവനെ പരിപോഷിപ്പിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറണം എന്നീ കാലഘട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.